അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ സ്ട്രെസ് നിറഞ്ഞ നിരവധി കൺഫ്യൂഷൻസ് നിറഞ്ഞ ഈ ഒരു ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വരും. നമ്മളെ നന്നായി അറിയാത്തവരും നമ്മുടെ ഹൃദയത്തിലെ സത്യങ്ങൾ അറിയാത്തവരും നമ്മെ തെറ്റായ രീതിയിൽ വിമർശിക്കും. എന്നാൽ സത്യം എപ്പോഴും അള്ളാഹുവിന് അറിയാം. നാം എന്തു തന്നെ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ ചിലർ അത് തെറ്റായി മനസ്സിലാക്കും. നല്ല മനസ്സോടെ സഹായിക്കുമ്പോഴും ചിലർ അതിനു പിന്നിൽ ദുരുദ്ദേശം കണ്ടെടുക്കും. ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇഖ്ലാസോടെ ചെയ്യപ്പെടുന്ന ഓരോ നന്മയും അള്ളാഹു കണ്ടു തന്നെയിരിക്കും. നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ നമ്മെ തെറ്റായവനായി വിളിക്കുന്നവരുടെ വാക്കുകൾക്ക് നാം വലിയ മൂല്യം വെക്കേണ്ടതില്ല. അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ നിങ്ങൾ പവിത്രമാണോ എന്നത് പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളുടെ അഭിപ്രായം മാറ്റാൻ ശ്രമിക്കേണ്ട, അള്ളാഹുവിൻ്റെ സമീപനം നേടുക. ഒരാൾക്ക് തൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കതയേക്കാൾ വലിയ പ്രതിഫലമില്ല. മനുഷ്യർ തെറ്റായവരെന്നു കരുതുമ്പോഴും അള്ളാഹു നിങ്ങളെ യഥാർത്ഥത്തിൽ അറിയുന്നു. നമ്മുടെ കഴിഞ്ഞുപോയ നിരവധി പ്രവാചകന്മാർ മറ്റുള്ളവരുടെ തെറ്റായ വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നപ്പോഴും അവരെല്ലാം അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അള്ളാഹു അവരൊപ്പം തന്നെയായിരുന്നു. മറ്റുള്ളവർ തെറ്റാണെന്ന് നിന്നെ പറയുമ്പോഴും നീ ക്ഷമിക്കുക. ആരെങ്കിലും നമ്മെ തെറ്റായി കാണിക്കുമ്പോൾ നാം അടിപതരാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹുവോട് നീ ദുആ ചെയ്യുക, എനിക്കെതിരായ തെറ്റിദ്ധാരണ നീ നീക്കേണമേ, നീ മാത്രമേ എൻ്റെ ഹൃദയം അറിയുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സത്യസന്ധത ഒരിക്കൽ പോലും പരാജയപ്പെടില്ല. നമ്മെ തെറ്റായി കാണുന്നവർക്ക് വേണ്ടി പോലും ദുആ ചെയ്യുക. അതാണ് സത്യവിശ്വാസിയുടെ മനസ്സ്. അവരത് പറയട്ടെ, അള്ളാഹു നിന്നെ അറിയുന്നു, അതിൽ തന്നെ നീ തൃപ്തിപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.